ഇറങ്ങുമ്പോഴേക്കും പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും എന്തായാലും. അതെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ പാട്ട്. ഓ സോ സ്വീറ്റ്. അങ്ങനെ ജഗ്മന്ദിറിൽ ഞങ്ങൾ എത്തി. അമ്മേ വാവ്, അമ്മേ അമ്മ ഇവിടെ നിന്നാ മതി ബാക്ക്ഗ്രൗണ്ടിന്. രവീന टंडन की शादी ജഗ്മന്ദിർ में है ना, 2004 സിറ്റി പാലസ് ഇങ്ങനെ അകത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് എത്ര ലോങ് ആണ്, എത്ര വലുതാണെന്ന് മനസ്സിലാവില്ല അല്ലേ. ഇത്ര നോക്കൂ, നീളം ഇത്ര വലുതാണ് ശരിക്കും. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അല്ലേ. ഞങ്ങൾ അങ്ങനെ ബഗിയിൽ കയറി. കമ്മദനി അല്ല, കമ്മദനി എന്നുവെച്ചാൽ നമസ്തേ എന്നാണ് രാജസ്ഥാനിയിൽ. ഓക്കെ, നമ്മൾ ഇവിടെ വരുമ്പോൾ അങ്ങനെ പറയണമല്ലോ നമസ്തേ എന്ന്. അതിന് പകരം കമ്മദനി ഒന്നിച്ച് പറയോ? 1 2 3 സ്റ്റാർട്ട്. കമ്മദനി. രാവിലെ സാരി ആയിരുന്നു, നമ്മൾ കുർത്തയാക്കി. ഇപ്പം എവിടെയാണ് പോകാൻ പോകുന്നത് ഇങ്ങോട്ട് പറയൂ. ഇപ്പം ഏതായിരുന്നു? ലേക്കായിരുന്നോ? ലേക്ക് പിച്ചോളയാണ്. സിറ്റി പാലസിൽ രാവിലെ കംപ്ലീറ്റ് കറങ്ങി. അത് കഴിഞ്ഞിട്ട് സിറ്റി പാലസിൻ്റെ ഉള്ളിൽ കൂടെ വേണം വീണ്ടും പോയിട്ട് ജഗ്മന്ദിർ. അത് എന്താണെന്നറിയോ? അതൊരു പാലസാണ്, ഒരു ഐലൻഡാണ്. ഒരു പിച്ചോള ലേക്കിന്റെ ഒത്ത നടുക്കായിട്ട് വലിയൊരു പാലസ്. നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുന്ന വൈറ്റ്. അത് തന്നെ. അവിടെ രമേശ് ചേട്ടൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഷൂട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞങ്ങളുടെ ഹാൻഡ് ബാഗ് രമേശ് ചേട്ടൻ്റെ കയ്യിലായിരിക്കും എപ്പോഴും. അപ്പം ലേക്ക് പിച്ചോളയിൽ കൂടി ബോട്ട് ചെയ്ത് നമുക്ക് എവിടെ പോകണം? ജഗ്മന്ദിർ. അതൊന്നും മറക്കരുത്. ജഗ്മന്ദിർ എന്നാ പറയുന്നത്, പക്ഷെ അതൊരു പാലസ് ആണ്. ഓക്കെ, പോവാം. നമ്മുടെ സിറ്റി പാലസ് എന്ന് പറയുന്നത് വിന്റർ പാലസ്. പിന്നെ ഒരു മൺസൂൺ പാലസ് ഉണ്ട്, നമ്മൾ നാളെ പോകുന്നുണ്ട്. അത് സജ്ജൻഗഡ്. ഞങ്ങളിപ്പോൾ സിറ്റി പാലസിൽ വീണ്ടും വന്നു. കാരണം സിറ്റി പാലസിനുള്ളിൽ കൂടെ വേണം ജഗ്മന്ദിറിലേക്ക് പോകാൻ. ഇപ്പോൾ ഇലക്ട്രിക് കാറ് വരുമെന്ന് പറഞ്ഞാൽ കുറച്ച് നടക്കാനുണ്ട് ഇവിടെ നിന്ന് ബോട്ട് ജെട്ടി വരെ. ബോട്ടിലാണ് പോകുന്നത്. അപ്പോൾ ബോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബഗ്ഗി വരും, അതിൽ കയറി അങ്ങോട്ടേക്ക് പോയിട്ട് ജഗ്മന്ദിറിൽ പോയിട്ട് വരാം. ഞങ്ങൾ അങ്ങനെ ബഗ്ഗിയിൽ കയറി ജഗ്മന്ദിർ പാലസ് കാണാൻ പോകുന്നു. ഇതും പാലസ് ആണ്. അവിടെയാണ് വഹാൻ ജാത്തെ हैं, वहाँ है। हाँ, ओ समर पैलेस है। ओ ओके ओके। वहाँ पे रवीना टंडन की शादी हुई है। रवीना टंडन की शादी हुई। जगमंदिर में है ना? जगमंदिर में 2004 में। 2004 में। ओके। बोट निकली थोड़ी है। സമ്മർ പാലസ് ആണ് ഈ നടുക്ക് കാണുന്നത്. ലേക്ക് പിച്ചോളയിൽ ഈ നടുക്ക് കാണുന്നത് സമ്മർ പാലസ് ആണ്. ഇതിപ്പോൾ താജ് ഹോട്ടലാണ്. നമ്മൾ പോകാൻ പോകുന്നത് അവിടെയാണ്. അത് ജഗ്മന്ദിർ. അതെ. ബോട്ടിൽ കയറാൻ പോവാണ് നമ്മൾ. ഈശ്വര, അദ്ദേഹവും രജപുത്രനാണ്. ആ നേരെ കാണുന്നതാണ് സമ്മർ പാലസ്. ഇപ്പം അത് താജ് ഹോട്ടലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെയാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നില്ലേ, ഇവിടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതാണ് ജഗ്മന്ദിർ. ഇതൊക്കെ ഇട്ടു, ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. സിറ്റി പാലസ് അല്ലേ?
പാലസ്. ശരിക്കും സിറ്റി പാലസ് ഇങ്ങനെ അകത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് എത്ര ലോങ് ആണ്, എത്ര വലുതാണെന്ന് മനസ്സിലാവില്ല അല്ലേ. ഇത്ര നോക്കൂ നീളം, ഇത്ര വലുതാണ് ശരിക്കും. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അല്ലേ. അത് സിറ്റി പാലസിൻ്റെ ഉള്ളിൽ നിന്ന് നേരിട്ട് ഇറങ്ങുന്ന ഘാട്ടാണ് അഖാഡ ഘാട്ട്. ഇവിടെ വേറെ ഇപ്പം എന്തുകൊണ്ട് കൊള്ളാല്ലേ. ഇതും പാലസിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. വേറെ ഘാട്ട് പീപ്പലി ഘാട്ട്, പീപ്പൽ കാ പേട്, അതിൻ്റെ സൈഡിലുള്ള ഘാട്ട് പീപ്പലി ഘാട്ട്. സിറ്റി പാലസിൻ്റെ ലെങ്ത് കണ്ടോ, ഇതുവരെ കഴിഞ്ഞിട്ടില്ല സിറ്റി പാലസ്. അതിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. പിന്നാവ് ഘാട്ട്. നടുക്ക് വേറൊരു മണ്ഡപം. അതെ അതെ. ഇങ്ങനെയുള്ള സംഭവത്തിന് എന്താ പറയാ, നടുക്കുള്ള ഇങ്ങനെ നടുക്കുന്ന ഇടക്കിടക്ക് ഉണ്ടല്ലോ. നമ്മുടെ അവിടുത്തെ ഇതിൽ നമ്മൾ മണ്ഡപം എന്ന് പറയും. മണ്ഡപം അത് തന്നെയാണിത്, മണ്ഡപം. ഓരോ മണ്ഡപങ്ങൾ ഇവിടെയൊക്കെ പണ്ട് എന്തെങ്കിലുമൊക്കെ കൾച്ചറൽ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലവും രാജാക്കന്മാർ നിർമ്മിച്ച സ്ഥലമായിരിക്കും. ഇടയ്ക്ക് വന്ന് റെസ്റ്റ് എടുക്കാനും ഒക്കെ ആയിട്ട്. അതെ. നമ്മൾ താമസിക്കുന്ന ഹോട്ടലാണ് ആ കാണുന്നത്. അവിടെ നിന്ന് ആ റൂമിലിരുന്നിട്ട് ആണ് നമ്മൾ ആദ്യം വീഡിയോ ഒക്കെ എടുത്തത്. അവിടെ ഇരുന്നാൽ നേരെ ഇവിടെ ഗംഗൂർ ഘാട്ടിന്, ഇതാണ് ഗംഗൂർ ഘാട്ട്. ശ്രേയുടെ സ്ഥലം. ശ്രേയ എവിടെയാണ് ഇന്നലെ കിടന്നുറങ്ങുന്നത്? ആ ഇതിൻ്റെ വിൻഡോൻ്റെ സൈഡിലാണ് ശ്രേയ കിടന്നുറങ്ങുന്നത്. ബെഡൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അവിടെ തന്നെ ഒരു ബെഡ് ഉണ്ടായിരുന്നു വിൻഡോൻ്റെ സൈഡിൽ. ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പം രാവിലെ എഴുന്നേറ്റപ്പം ആ കേട്ട് നമ്മൾ തുറന്നപ്പോൾ ഈ കാഴ്ചയാണ് റൂമിൽ നിന്ന് കാണുന്നത്. ഈ ഘാട്ടും ലേക്കും ബോട്ടിൽ കിടന്നുറങ്ങുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. ആണോ? അതെ, അത് അവിടെ അല്ലേ. അതിന്റെ മേളിലാണ് റൂഫ് ടോപ്പിൽ ഈ ബിൽഡിംഗ് അല്ലേ. ഇതാന്ന് തോന്നുന്നു മോളുടെ ആ ജനലല്ലേ, അവിടെയാണ് ഇരുന്നത് മോള് കിടന്നത്. അവിടെ നിന്നാണ് ഇവിടേക്കുള്ള വ്യൂ. ആ നേരെ കാണുന്നതാണ് താജ് ഹോട്ടൽ, അതായത് സമ്മർ പാലസ്. അമ്മ, നമ്മളിപ്പോൾ താജാണല്ലോ കണ്ടോണ്ടിരിക്കുന്നത്. ഈ താജിൽ താമസിക്കുന്ന ആൾക്കാരപ്പോൾ എങ്ങനെയാ പുറത്തു പോകുന്നെങ്കിൽ ബോട്ടിലിറങ്ങി പോകും? എവിടെ പോകണമെങ്കിലും അവർക്ക് ബോട്ടിൽ പോകണം. പക്ഷെ അതും കൂടെ ചേർത്തായിരിക്കും അവരുടെ ചാർജ് ആയിരിക്കും. ബോട്ടൊക്കെ ഉണ്ടാവും. എവിടെ പോകണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ബോട്ട് അവൈലബിൾ ആയിരിക്കും ഓരോ ഫാമിലിക്കും. ഉള്ളവരല്ലേ അവിടെ താമസിക്കുള്ളൂ. അത് ശരിയാ, നമുക്ക് എപ്പോഴെങ്കിലും താമസിക്കാം ഏതെങ്കിലും കാലത്ത്. അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നി. ഇപ്പം നമ്മളിപ്പോൾ താമസിക്കുന്നത് തന്നെ നല്ല ലേക്ക് വ്യൂ ആയിട്ടുള്ള ഒരു റൂമാണ്. അതൊക്കെ പോരെ. അല്ല, അത് മാത്രമല്ല ഇതിനകത്ത് അത്ര ഫെസിലിറ്റീസ് ഉണ്ടാവും. മേ ബി പുറത്ത് പോകേണ്ട തോന്നില്ലായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ അവിടെ താമസിച്ച ആ ഗലിയിൽ കൂടെ ഒക്കെ നടന്ന് ആ ഓൾഡ് സിറ്റിയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന അതൊരു വേറൊരു ഫീലാ ശരിക്കും. ഈ ഒരു ബിൽഡിംഗ് കണ്ടോ, കളർഫുൾ ആയിരിക്കുന്നു. ഒരു കാര്യം ശ്രദ്ധിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു സിറ്റി ഇരിക്കുന്നത് 4 വശവും കംപ്ലീറ്റ് മലകളാൽ ചുറ്റപ്പെട്ടിട്ടാണ്. ഇപ്പോൾ ഇവിടെ വരുമ്പോഴാണ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ശരിക്കും അറിയാൻ പറ്റും. അതൊക്കെ പ്ലെയിൻ
ഇതൊക്കെ കണ്ടോ ഫുൾ മലകളാണ്. എവിടെ നോക്കിയാലും അതിൻ്റെ ഒരു ബോർഡർ എന്ന് പറയുന്നത് മലയാണ്. മലയുടെ അപ്പുറത്ത് നമുക്ക് വേറെ ഒന്നും കാണുന്നില്ലല്ലോ. കംപ്ലീറ്റ് മല കോട്ടമതിൽ പോലെ ഈ സിറ്റിയെ ഇങ്ങനെ സംരക്ഷിക്കുകയാണ്. അതാണ് അവർ ലേക്ക് ഉണ്ടാക്കി ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ലേക്ക് പിച്ചോളയുടെയും സിറ്റി പാലസിൻ്റെയും വീഡിയോ എത്ര എടുത്താലും എനിക്ക് മതിയാവുന്നില്ല കേട്ടോ. വൈറ്റ് കളറിലുള്ള പാലസും അതിൻ്റെ പുറകെയുള്ള ആ മലയും, മലയിലിങ്ങനെ ദൂരെ ഒരു ഫോർട്ട് കാണാം. ഫോർട്ടിലേക്ക് വൻമതിൽ പോലെ മതിൽ ഇങ്ങനെ പോകുന്നുണ്ടോ. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് ജഗ്മന്ദിറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ആനകൾ നിൽക്കുന്ന ബാഹുബലിയുടെ ഒക്കെ ഓർമ്മ വരുന്നില്ലേ സിനിമയുടെ? 4 ആനകളിങ്ങനെ നിൽക്കുന്നത് കണ്ടോ. എന്ത് ബ്യൂട്ടിഫുൾ അല്ല, എന്ത് മനോഹരമാണ് ബിൽഡിങ്സ്. എവിടെ നോക്കിയാലും നല്ല ആംഗിള്, എന്താ ഭംഗി. അങ്ങനെ ജഗ്മന്ദിറിൽ ഞങ്ങളെത്തി. ഇവിടെ നിർത്തിയിരിക്കണേ, അത് എനിക്ക് തോന്നുന്നു ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവണം അവിടെ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ജഗ്മന്ദിർ പാലസ്. 4 ആനകളൊക്കെ കണ്ടു. ഇനി അത് സിറ്റി പാലസ്. ഞങ്ങളൊരു പാട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ടല്ലേ. നമ്മൾ അടുത്ത സ്ഥലം ഇവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിയുമ്പോൾ ലൊക്കേഷൻ നോക്കുമായിരുന്നു. ശരിയാവില്ല. നല്ലൊരു സ്ഥലം കിട്ടുമ്പോൾ ലൈറ്റ് ഓപ്പോസിറ്റ് ആയിട്ട്, അതാണ് അതെന്താല്ലേ ഇവിടെ മിക്ക സ്ഥലത്തും അങ്ങനെ വരുന്നു. ഓപ്പോസിറ്റ് ആയിട്ട് ഈ ബിൽഡിംഗ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന പോലെ എടുക്കാൻ വേണമെങ്കിൽ നോക്കട്ടെ. ഇവിടുന്ന് സിറ്റി പാലസ് നോക്കി. പക്ഷെ ലോണാ. ഇതിൻ്റെ മുമ്പിലൊരു ഷോട്ട് എടുത്തു, നല്ല രസം, നല്ല ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അടുത്തത് ഇതേപോലെ ലോണാന്ന് തോന്നുന്നു കുറേ സ്ഥലത്ത്. അടുത്ത സ്ഥലം നോക്കാം. അമ്മ ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട്, എന്തോ നല്ല സ്ഥലം കിട്ടി. ഓ വാവ്, അമ്മ ഇവിടെ നിന്നാൽ മതി, ബാക്ക്ഗ്രൗണ്ടിന് ഇവിടെ നിന്നാൽ മതിയായിരുന്നു. കുറച്ച് വെയിലത്ത് നിന്നാൽ ലൈറ്റ് കിട്ടും. ഓ കറക്റ്റ് ലൈറ്റ് കിട്ടൂലേ. ഓ മൈ ഗോഡ്, എന്ത് രസമല്ലേ ഇവിടെ. ഇവിടെ 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 നിൽക്കാം. മുമ്പിൽ നിന്ന് എടുക്കാനാണോ? ഓ മൈ ഗോഡ്, വാവ്. അമ്മേ നല്ല കറക്റ്റ് ലൈറ്റ്. ഒരു പാട്ട് ഷൂട്ട് ചെയ്തു അല്ലേ അമ്മ? ഹാപ്പി ഹാപ്പി. കറക്റ്റ് ലൈറ്റ് കിട്ടി. നല്ല ലൊക്കേഷൻ കിട്ടി. അതായത് ഈ സ്ഥലത്തിന് പറ്റിയ പാട്ട്. ഇത് വ്ളോഗ് ഇറങ്ങുമ്പോഴേക്കും പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും എന്തായാലും. അതെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ പാട്ട്. ഓക്കെ, അത് അവിടെ സ്പാ ഉണ്ട് അതകത്ത്. ബോട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിവിടുത്തെ പ്രൈവറ്റ് സ്പായാണ്. ഇതിനകത്ത് നമ്മൾ ഇതിന് മുമ്പേ നിന്നാണ് ഷൂട്ട് ചെയ്തത് നേരത്തെ. അപ്പോൾ എൻ്റെ അമ്മേ, ഇവിടെയൊക്കെ എന്തായിരിക്കുമല്ലേ പണ്ട്. ഇനി പാട്ട് എടുക്കണ്ട, ഇപ്പം തന്നെ ഒരു 10 ഷോട്ട് എടുത്തു നമ്മൾ. സിറ്റി പാലസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതും ഞങ്ങൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്തു വ്ളോഗിലേക്ക് ഉൾപ്പെടുത്താനായിട്ട്. അപ്പം നമ്മൾ വ്ളോഗൊക്കെ എടുക്കുമ്പം ചിലപ്പം സംസാരിക്കുന്നത് ക്ലിയർ ആവില്ലല്ലോ. അപ്പം നമുക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ടി വരും.
അതുകൊണ്ടാണ് ഇങ്ങനത്തെ കോമ്പയറിങ് പോലത്തെ സംഭവങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. താങ്ക് യു. ഗണപതി ഉണ്ടല്ലേ. നമുക്ക് കോഫി ഇവിടെ കുടിച്ചാലോ? യെസ്, അവരോട് പറയേണ്ടി വരും നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ കോഫി ഇവിടെ നിന്ന് നോക്കി നല്ല വ്യൂ ഇല്ലേ ഇങ്ങോട്ട്? വാവ്. ഞാൻ പറഞ്ഞില്ലേ അമർ ചിത്രകഥകളിലൊക്കെ കണ്ട ആ ചിത്രങ്ങൾ അതേപോലെ ജീവനോടെ പുറത്തേക്ക് ഇറങ്ങി വന്നതുപോലെ ഒരു ഫീലിംഗ്. അങ്ങനെ ഷൂട്ടെല്ലാം കഴിഞ്ഞു, ചായ കുടിക്കുകയാണ്. എന്താ മോളെ, സാൻഡ്വിച്ച് അല്ലേ? വെജ് സാൻഡ്വിച്ചും ചായ, മസാല ടീ ആൻഡ് കോഫി. പക്ഷികൾ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പാലസിൻ്റെ മേളിൽ കൂടി. ട്രഡീഷണൽ രാജസ്ഥാനി വേഷത്തിൽ രണ്ടുപേരും നിന്ന് ഫോട്ടോ എടുക്കുന്നു. ट्रेडिशनल राजस्थानी ये कॉस्ट्यूम बहुत अच्छा है। लेक पैलेस में 40 साल काम किया। लेक पैलेस में 40 साल काम किया। हाँ। और आज हाँ मैं लेक पैलेस में रुका हुआ हूँ। ओह, इधर ही रुकते हैं आप? मैं आज रुका हुआ हूँ। आज मेरे बच्चों ने मेरे को सरप्राइज दिया। ओह माय गॉड, अच्छे स्वीट। तो उन्होंने अचानक मेरा चंदा बुक कराया। ओह स्वीट। सभी स्टाफ मेरे को जानते हैं कि तो बहुत मजे भी बड़ा सरप्राइज दिया मेरे को। कितने साल से काम कर रहे थे इधर? 40 साल काम किया। 40 വർഷം ഈ ലേക്ക് പാലസിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം അദ്ദേഹത്തിൻ്റെ മക്കൾ ഇദ്ദേഹത്തിന് ഇന്ന് ഇവിടെ താമസിക്കാനായിട്ടുള്ളൊരു സർപ്രൈസ് പ്രസൻറ്റ് കൊടുക്കുന്നു. അപ്പം ഇദ്ദേഹത്തിൻ്റെ വൈഫും കൂടെ ഇന്ന് ഇവിടെ താമസിക്കുകയാണ്. അതേപോലെ ഈ ഡ്രസ്സൊക്കെ അവർ അയച്ചു കൊടുത്തതാണെന്ന് ഇദ്ദേഹത്തിന് ഇന്ന് ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് ഗിഫ്റ്റ് അയച്ചു കൊടുത്തതാണ് ഈ ട്രഡീഷണൽ കോസ്റ്റ്യൂമൊക്കെ. ലേക്ക് പാലസിൽ हैप्पीनेस बहुत अच्छा है। हमारा दिल खुश होता है। वही तो इधर इतना पैलेस है, कितने लोग इधर काम करते हैं ना, कितने लोगों को काम मिलता है। इसके फादर ने हमारे साथ में काम किया, उसका लगता है। ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മക്കളും ഇവിടെയൊക്കെ ജോലി ചെയ്യാണ്. അപ്പോൾ ഈ പാലസ് കാരണം എത്ര പേർക്കാണ് ജോലി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ താങ്ക് യു. ഓക്കെ താങ്ക് യു. Oh, so sweet. Thank you. Thank you. ഇദ്ദേഹവും രജപുത്രനാണ്. അപ്പം നമ്മളിപ്പം ഇത്രയും നേരം സംസാരിച്ച രാജകുടുംബത്തിൻ്റെ പരമ്പരയായിട്ട് വന്ന ഫാമിലിയിലെ ആൾ തന്നെയാണ് ഇദ്ദേഹവും. രജപുത്ര ഇതാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. आपके मुंह देख के पता चलता है आप सभी लोगों को है ना राजपूत सभी को. ओके थैंक यू.
ഇങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും ഇവിടെയൊക്കെ ലൈറ്റിട്ട് ലൈറ്റൊക്കെ ഇട്ടത് കണ്ടോ? വൈകുന്നേരം ആയപ്പോഴേക്കും ലൈറ്റിട്ട്. അങ്ങനെ ഇവിടുത്തെ ഷൂട്ടും കാഴ്ചകളും ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പക്ഷെ പാലസ് ഡേ ടൈമിലും രാത്രി ഈ ലൈറ്റിങ്, നല്ല ലൈറ്റ്. ഇവിടുന്ന് വീണ്ടും നമ്മൾ സിറ്റി പാലസ് ഇവിടേക്ക് കാണുമ്പം അതും ഭംഗി. ലൈറ്റിങ് ഭയങ്കരമാണ് ഇവരുടെ, അവരുടെ ആർക്കിടെക്ചർ അനുസരിച്ചുള്ള ലൈറ്റിങ്. അതെ, ഓക്കെ. അപ്പോൾ ബൈ ബൈ ജഗ്മഹൽ പാലസ്. നോക്കേ, അവിടെ നിന്നാണ് നമ്മളിപ്പോൾ വന്നത്. ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്താ അല്ലേ. എന്നിട്ട് ഇനി ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇപ്പം എങ്ങനെയുണ്ട് രമേശ്? ഒന്നും ഇഷ്ടമായോ? ജഗ്മോഹൻ ജഗ് മന്ദിർ പാലസ്. അതാണ് ആ ലൈറ്റ് കാണുന്നത്. നമ്മളിപ്പോൾ അവിടെ നിന്ന് വന്നത് താജിന് കൊടുത്തിരിക്കുന്ന വേറൊരു പാലസ്. നമ്മളിനി സിറ്റി പാലസിൻ്റെ മെയിൻ എൻട്രൻസ് പോയാൽ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. അവിടം വരെ ആക്ച്വലി നമ്മൾ ഇലക്ട്രിക് കാറിലാണല്ലോ അങ്ങോട്ട് പോയത്. പക്ഷെ ഇപ്പോൾ തിരിച്ച് ലേറ്റ് ആയതുകൊണ്ട് വണ്ടി കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾ പെട്ടുപോയി. ഇനി നടക്കേണ്ടി വരും കുറേ. നോക്കാം. ഞാനതേ നടക്കുന്നു. ചൂടില്ല, നല്ല തണുത്ത കാറ്റുണ്ട് ഇടയ്ക്ക്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇതിവിടെ ഒരു സിറ്റി പാലസിൻ്റെ ഒരു പാർട്ട് ഓഫ് ദ ബിൽഡിംഗ് ആണ്. എന്ത് രസം, റൗണ്ടായിട്ട് പണിതിരിക്കുന്നു, നല്ല ഭംഗി. ഈ ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ട് ഇവിടെ കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇപ്പം എത്തും എന്നാണ് അവർ പറയുന്നത്. നമുക്ക് നടന്നിട്ടൊന്ന് നോക്കാം. അമ്മ, ഇതാണോ? കുറേ ഉണ്ടല്ലോ ഇത്. വെളിച്ചമുള്ളൊരു സ്ഥലം എത്തി. കണ്ടു, റോഡ് കണ്ടു, കണ്ടു. അല്ല, അത്ര ദൂരം ഇല്ല കേട്ടോ. അല്ല, നമ്മൾ ക്ഷീണിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് തോന്നിയതാ കുറേ ഉണ്ടെന്ന്. വീഡിയോസ് ഒക്കെ എടുത്ത് നമുക്കിവിടെ ഇരിക്കാം അല്ലേ? ഞങ്ങളിവിടെ ഡിന്നറിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഇതാ റൂഫ് ടോപ്പ് റെസ്റ്റോറൻ്റ് ആണ്. ഇങ്ങനെ ലേക്കിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇത് ഇവിടെ സിറ്റി പാലസൊക്കെ കണ്ട്. ശ്രേയുടെ പുറകെ സിറ്റി പാലസ്, അതാണ് സിറ്റി പാലസ്. സിറ്റി പാലസിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് കഴിച്ചു. വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്ത വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത്, അല്ലാന്നുണ്ടെങ്കിൽ എവിടെ പോയാലും നല്ല കൊതുവായിരിക്കും അല്ലേ. ഇവിടെ ഇതൊരു ആർട്ടിഫിഷ്യൽ ലേക്കാണല്ലോ. ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന, ശരിക്കും ലിറ്ററലി വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഒഴുക്കൊന്നുമില്ല. പക്ഷെ എന്നാലും ഇവിടെ ഓപ്പൺ സ്പേസിൽ ഇത്രയും നേരം ഇരുന്നിട്ടും ഒരൊറ്റ കൊതുവ് പോലും കടിച്ചിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അത്രയും നീറ്റായിട്ടാണ് ഈ സിറ്റി ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും കൂടുതൽ ഗലികളിൽ കൂടെ വന്നിട്ട് പോലും ഒരു സ്ഥലത്ത് പോലും നമ്മൾ വേസ്റ്റ് കണ്ടില്ല. അപ്പോൾ അത്രയും നീറ്റായിട്ടാണ് ഞങ്ങൾ വന്ന സ്ഥലം. ഇന്ന് രാവിലെ നമ്മൾ ബനാറസ് സാരി ആയിരുന്നു, അതിൻ്റെ ഓർണമെൻറ്റ്സ് ആണ്. ഇത് അമ്മയുടെ അല്ലേ, അമ്മ ഇതായിരുന്നു മാല.
ഇത് മോതിരം, കമ്മൽ, പിന്നെ വള, അതും പിങ്ക്. ഇത് ഞാനായിരുന്നില്ല കേട്ടോ, ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇത് ഗ്രീൻ. എൻ്റെ ഒരു പീകോക്ക് ബ്ലൂ സാരി ആയിരുന്നു. അത് വള. പീകോക്ക് ബ്ലൂവിൽ മെജന്ത ബോർഡർ അല്ലേ? യെസ്, അത് മോതിരം. ഓക്കേ, ഇതാണ് നമ്മൾ ഇന്ന് ജഗ്മന്ദിറിൽ പോയപ്പോൾ ഇട്ടിരുന്ന ഓർണമെൻറ്റ്സ് കേട്ടോ. ഇതൊരു ചോക്കറാണ് ബ്ലാക്ക് മെറ്റലിൻ്റെ. ഇത് ജിംക്ക, നല്ല ജിംക്ക അല്ലേ. ഇനി ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വാച്ച് തന്നെ. ഇത് റിങ്, മോതിരം. ഇത് വള. എൻ്റെ നോക്കിയിട്ട് അമ്മയുടെ നോക്കിയാൽ ഒന്നുമില്ല. എൻ്റെ ഞാൻ കമ്മൽ മാത്രമേ. അപ്പം നല്ല അടിപൊളി ഒരു കമ്മലിട്ടു. ആനയുണ്ട്, കണ്ടോ ആന. ഇതിലും ആനയുണ്ട്, കാണാമോ? കാണുന്നില്ല. ഒന്ന് ഫോക്കസ് ചെയ്യട്ടെ, വെയിറ്റ്. ലൈറ്റ് ഇല്ല, ആന കാണുന്നില്ലല്ലോ. ആന ഉണ്ട് കേട്ടോ ഇതിൽ. ഇവിടെ ആന. ആനയുടെ മൂക്കൊന്നും കാണുന്നില്ല. ഇതൊരു ആനയാണ്. ദിസ് ആന. ഇത് ഒരു മോതിരം. ഇത്രയായിരുന്നു ഇന്ന് അമ്മ യൂസ് ചെയ്തിരുന്നത്.